ഇതൊരു റോബസ്റ്റ പഴമാണ്. റോബസ്റ്റ പഴം എന്ത് പഴമാണ്? റോബസ്റ്റ പഴം. ഈ പഴവേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഈ റോബസ്റ്റ പഴം ഞാനൊന്ന് കഴിക്കാൻ പോവാം. ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടി ഏറ്റവും നല്ലതാണ് ഈ റോബസ്റ്റ പഴം കേട്ടോ. അതെല്ലാവരും ഓർക്കുക. ഞാലിപ്പൂവൻ പഴം, ഏത്തപ്പഴം ഇതൊക്കെ കഴിക്കുന്നതിൽ ഏറ്റവും ബെറ്ററാണ്. തടി കുറയാൻ, വണ്ണം കുറയാനായിട്ട് വേണ്ടവർ, വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ റോബസ്റ്റ പഴം ഒത്തിരി നല്ലതാണ്. അപ്പം നിങ്ങളെല്ലാം വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ റോബസ്റ്റ പഴവും പൊക്കി പിടിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നല്ലേ. അപ്പം വഴിയേ കണ്ടോളൂ. എന്തായാലും ഇതിൽ കുറച്ച് പഴം ഞാൻ കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് വേണോ? ഇപ്പം ഞാൻ നല്ലപോലെ മുഖമെല്ലാം കഴുകി. ഇത് കണ്ടോ, നല്ലൊരു തിളക്കവും കിട്ടുന്നുണ്ട്, നല്ലൊരു ബ്രൈറ്റ്നെസ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അടിപൊളിയൊരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ചുളിവുകളിനെ പറ്റിയും കണ്ണിനടിയിലെ കറുപ്പും ഒക്കെ തന്നെയല്ലേ പറഞ്ഞത്. ഇന്നും അത് തന്നെയാണ് കേട്ടോ. കാരണം നമുക്കൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊക്കെയല്ലേ ചിന്തിക്കാനുള്ളൂ. ചുളിവ് മാറാനായിട്ടും കറുപ്പ് മാറാനായിട്ടും അതുപോലെ എന്താണ് പിന്നെ ടാൻ മാറാനായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആണല്ലോ നമ്മൾ വേവലാതിപ്പെടുന്നത് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പോൾ പ്രായമായവരിലും പ്രായമല്ലാത്തവരും ഒക്കെ ഇതൊരു പ്രശ്നം തന്നെയാണല്ലേ. എന്നെപ്പോലുള്ളവർക്ക് ഒരു എന്താ പറയുക, എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ളവർക്ക് ചുളിവൊക്കെ വരാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും കരിവാളിപ്പും ഒന്നും വരാതിരിക്കാനായിട്ടും മുഖം നല്ല യങ്ങായിട്ടിരിക്കാനായിട്ടും ഒക്കെയുള്ള ടിപ്സുകളാണ് പറഞ്ഞു പോകുന്നത്. ഇന്നും അത് തന്നെയാണ്. അപ്പം നമ്മളെന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്ന് മാറി മാറി ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് റിങ്കിൾസ് കുറയാനായിട്ടും അതുപോലെ തന്നെ പാടുകളും കലകളും ഒക്കെ മാറി മുഖം നല്ല ഭംഗിയായിട്ടിരിക്കാനായിട്ട് നല്ല തിളക്കമുള്ളതാക്കാനായിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. നമ്മൾ മുഖത്തെ ചുളിവുകളൊക്കെ മാറി മുഖം നല്ല ബ്രൈറ്റ് ആവാനായിട്ടും പാടുകളും കലകളും ഒക്കെ മാറി നല്ല രീതിയിൽ നമ്മുടെ ഫേസും നെക്കും ഒക്കെ ഇരിക്കാനായിട്ട് സഹായിക്കുന്ന അടിപൊളി ഒരു പായ്ക്കും ഒരു മസാജിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പം മസാജ് ചെയ്യുന്നതിന് പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാനേ കാണണേ. വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ എന്തായാലും കൊള്ളാം. അതുപോലെ തന്നെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ലേ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എത്തത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും അതും മറക്കാതെ ചെയ്തേക്കണേ. പിന്നെ നമുക്ക് 1,00,000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ വിജയമാണ്, എൻ്റെ മാത്രമല്ല നമ്മുടെ വിജയമാണ് ഈ 1,00,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല ടിപ്സുകളും കാര്യങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യണം. ചെയ്താലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ളൂ. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അവർക്ക് റിസൾട്ട് കിട്ടുന്നുമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് താമസിയാതെ തന്നെ വീട്ടിലോട്ട് പോകാം കേട്ടോ. മറ്റേ ഒരു ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ? എന്നാൽ ഓടിവായോ. അപ്പം ഞാൻ എന്തിനാണ് പഴം എടുത്തതെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പകുതി പഴം, ഒറ്റ പകുതി പഴം മതി നമുക്ക്. ബാക്കി നമുക്ക് കഴിക്കാം. കഴിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. അരച്ചെടുത്തത് ഞാനിത് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ മിക്സിയിലാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചൊക്കെ ഉടച്ചെടുക്കാം. പക്ഷേ മിക്സിയിലാകുമ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഹണിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഹണി കൊണ്ടൊരു ഇത് കാണിച്ചായിരുന്നു അല്ലേ, ഒരു പായ്ക്ക് അണ്ടർ ഐ പായ്ക്കിന് വേണ്ടി ഉപയോഗിച്ച് കാണിച്ചായിരുന്നു. ഇന്ന് പിന്നെ മുമ്പേ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇതിൽ നിന്ന് കുറച്ച് തേനെടുത്ത് കുടിച്ച് കേട്ടോ. അപ്പം നിങ്ങളെ കാണിക്കാൻ നിങ്ങൾ വിചാരിക്കത്തില്ലേ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, എന്നും തേനും കുടിച്ച് നടക്കുമെന്ന് പറയത്തില്ലേ. അതുകൊണ്ട് ഞാൻ കുടിച്ച് നേരത്തെ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പകുതി നമ്മുടെ റോബസ്റ്റ പഴത്തിന് ഒരു പകുതി വേണ്ട, ഒരു 3/4 ഭാഗം നമ്മൾ കഴിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗം മതിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഹണി 1/2 ടീസ്പൂൺ ഹണിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഈ പഴം നിങ്ങൾ എടുക്കുമ്പോൾ വിചാരിക്കും, ഈ റോബസ്റ്റ പഴം എടുക്കുമ്പോൾ വിചാരിക്കും എന്താണ് ഈ ഏത്തപ്പഴം പറ്റുമോ, അല്ലെങ്കിൽ എന്താ ഞാലിപ്പൂവൻ പഴം പറ്റുമോ, വേറെ എന്തെങ്കിലും പഴം പറ്റുമോ എന്ന്. ഏത്തപ്പഴം നല്ലതാണ്. ഞാലിപ്പൂവൻ പഴം വേണ്ട, ഏത്തപ്പഴം കുഴപ്പമില്ല. പക്ഷെ നല്ല പഴുത്ത ഏത്തപ്പഴമായിരിക്കണം കേട്ടോ. പക്ഷെ അതിലും ബെസ്റ്റാണ് നമുക്ക് ഈ ഒരു പഴം. കാരണം നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞു കിടക്കും. ഏത്തപ്പഴത്തിനായിട്ട് കുറച്ചും കൂടെ നല്ല സ്മൂത്താണ് ഈ ഒരു റോബസ്റ്റ പഴം. ഇതിന് കുറച്ചും കൂടെ ഗുണവും കൂടുതലുണ്ട്. ഏത്തപ്പഴം കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഞാൻ എടുക്കുന്നത് ഈ ഒരു റോബസ്റ്റ പഴം. അപ്പം നമ്മുടെ തേനും റോബസ്റ്റ പഴവും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കും.
അപ്പോൾ അതേണ്ട മിക്സ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോബസ്റ്റ പഴം നമ്മുടെ തലയിൽ ഉടച്ച് പായ്ക്കാട്ടിടുന്നത് ഒത്തിരി നല്ലതാണ്. നല്ലതായിട്ട് സ്മൂത്തായിട്ട് കിടക്കും. അതിനകത്ത് ഉലുവായങ്ങൾ അരച്ച് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണിച്ചതായിരുന്നു. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല വോളിയം തോന്നിക്കും ഹെയറിനൊക്കെ കേട്ടോ. അപ്പം വേണ്ട മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മുഖമെല്ലാം ഒന്ന് തുടയ്ക്കാം. അപ്പം ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുടച്ച് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു പഴത്തിൻ്റെ ഒരു കൂട്ട് നമ്മുടെ ഫേസിലോട്ട് തേച്ച് കൊടുക്കാം. നല്ല രീതിയിൽ സ്കിന്ന് തിളങ്ങാനായിട്ടും അതുപോലെ തന്നെ റിങ്കിൾസ് എല്ലാം കുറയാനായിട്ടും സഹായിക്കുന്ന ഒരു ക്രീമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് ആഴ്ചയിൽ 2 വട്ടമൊക്കെ ചെയ്താൽ മാത്രം മതിയേ. റിങ്കിൾസൊക്കെ കൂടുതലുള്ളവർക്ക് ഡെയിലി ചെയ്യാവേ. പക്ഷേ ഈ പഴത്തിൻ്റെ കൂട്ട് അരച്ച് വെക്കുമ്പോൾ 2 ദിവസമേ നമുക്ക് ഫ്രിഡ്ജിൽ അരച്ച് വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കൊള്ളത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നല്ലപോലെ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നെക്കിലൊക്കെ ചുളിവുകളൊക്കെ ഉള്ളവരെ കഴുത്തിലൂടെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ഇനിയാണ് നമ്മുടെ പഴത്തൊലി പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ പഴത്തൊലി ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്യാം, ഒന്ന് നടുവേ ഒന്ന് മുറിച്ചെടുക്കാവേ. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറത്തൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകണമല്ലോ. അപ്പോൾ നമ്മുടെ മുഖത്ത് തേക്കുന്നതല്ലേ. അപ്പോൾ ഇതൊന്നും പുറമല്ല ഒന്ന് അകം കഴുകിയിട്ടില്ല, അകം കഴുകേണ്ട ആവശ്യമില്ല. പക്ഷേ പുറമല്ല എന്ന് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഫേസിൽ വരച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു ക്രീം ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പിന്നെ പഴത്തൊലി കൊണ്ട് നമ്മുടെ ഫേസിൽ വരയ്ക്കാൻ. എന്നാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. നല്ല രീതിയിൽ റിങ്കിൾസ് കുറയാൻ സഹായിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അടുപ്പിച്ച് ചെയ്യുമ്പോഴേ അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. റിങ്കിൾസ് ഒന്നും അധികം ഇല്ലാത്തവരെ നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എത്ര നേരം ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു 1 മിനിറ്റ് നേരം നമ്മൾ ഫേസിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. 1 മിനിറ്റ് കറക്റ്റ് ചെയ്യണേ. 1-2 മിനിറ്റ് ചെയ്താലും കുഴപ്പമില്ല. എങ്കിലും മാക്സിമം 1 മിനിറ്റെങ്കിലും നമ്മൾ ഫേസിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഈ പഴത്തൊലിയുടെ ഇത് പോവുകയാണെങ്കിൽ നമുക്ക് പഴത്തൊലി വേറെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഒരു പഴത്തിൻ്റെ ഫുള്ള് തൊലി ഇരിപ്പുണ്ട്. മാറി മാറി അതിൻ്റെ ഒരു ഇത് ഒരസൽ പോവുകയാണെങ്കിൽ നമുക്കത് വീണ്ടും അടുത്ത പഴത്തൊലി എടുത്ത് ചെയ്യാം കേട്ടോ. മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പഴത്തൊലി ആരാണ്? ഒരു വലിയ സാധനമാണ്. അപ്പം നമ്മൾ പഴമൊക്കെ തിന്നിട്ട് ഈ തൊലി എന്താണ്? ഒന്നെങ്കിൽ നമ്മൾ ആ ആടിനോ പശുവിനോ ഒക്കെ കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ പറമ്പിലോട്ട് ഒറ്റ ഏറാണല്ലേ. അപ്പോൾ ഇനി ഇത് എറിയണ്ട കേട്ടോ. ഇങ്ങനൊരു ഉപകാരമുണ്ട് ഈ പഴത്തൊലി വെച്ചിട്ട്. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കണ്ണിൻ്റെ അവിടെ റിങ്കിൾസൊക്കെ ഉണ്ടെങ്കിൽ ഈ കണ്ണിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടെ ഈ ഒരു ക്രീം എടുത്ത് തേച്ചിട്ട് 2-3 പ്രാവശ്യമായിട്ട് മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാം. അപ്പം ഞാൻ ഒരു 1 മിനിറ്റോളം മസാജ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തുടച്ച് മാറ്റാം. നമ്മുടെ ഈ പഴത്തൊലി ഈ പഴമിട്ട് ഫേസ് പാക്ക് ആക്കി ചെയ്ത് ഈ ഹണിയൊക്കെ ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ. കണ്ടോ, മുഖത്തിന് നല്ലൊരു ഗ്ലോ വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ കൂട്ടും നമ്മുടെ എന്താ പറയുക ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ തേച്ചിട്ട് മസാജ് ചെയ്യുമ്പോൾ റിങ്കിൾസൊക്കെ കുറയാനായിട്ട് ഒത്തിരി സഹായിക്കും. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയാനും ഒത്തിരി സഹായിക്കും. ഇനി അടുത്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം അടുത്തത് നമുക്ക് കോഫി പൗഡർ ചില്ലറക്കാരനല്ല കേട്ടോ. നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ഏജൻറ്റാണ്. ഡാർക്ക് സ്പോട്ടൊക്കെ പോകാനായിട്ട് ഒത്തിരി നല്ലതാണ്. എന്താ പറയുക നമ്മുടെ എന്താ പറയുക കാപ്പിക്കുരു ഇല്ലേ, നമ്മുടെ സ്കിന്നിനെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഒരു 2 രൂപയുടെ ബ്രൂ കോഫിയുടെ സാഷ പാക്കറ്റാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അത് മാത്രം മതി നമുക്ക് നമ്മുടെ മുഖത്ത് മൊത്തം തേക്കാനായിട്ട്. എന്തായാലും അത് മതി കേട്ടോ. അടുത്തത് വേണ്ട നാടൻ മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ പൊടിച്ചെടുത്ത് വീട്ടിൽ തന്നെ പൊടിച്ച് മില്ലിൽ നിന്ന് പൊടിച്ച് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇത് കണ്ടോ,
ഇങ്ങനെ പാക്കറ്റായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ പാക്കറ്റല്ലല്ലോ നമുക്ക് കിട്ടുന്നത്, അല്ലാതെ പാക്കറ്റല്ലേ പേരൊക്കെ എഴുതിയത്. ഇത് നമ്മൾ മേടിക്കുന്നതാണ് മില്ലിൽ നിന്ന് പൊടിച്ച് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. ഞങ്ങളതാണ് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം എടുത്താൽ മതി കേട്ടോ. അത് ഞാൻ ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയാണ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ പാടുകളും കലകളും ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ മാറാനായിട്ട് നല്ലതാണ്. പക്ഷേ ചിലവർക്ക് മഞ്ഞൾപ്പൊടി ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഒഴിവാക്കിക്കുക കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളിത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ചെവിയുടെ പുറകിലോ കഴുത്തിലോ ഇവിടെ നിന്ന് തേച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു സാധനം കൂടെ ഇതിനകത്തോട്ട് വേണം. നമ്മുടെ ഹണിയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് കുടിക്കാൻ തോന്നും, എന്നാലും നിങ്ങൾ എന്നെ കളിയാക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ലേ. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണോളം ഹണിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് ഏതോ സാധനം ഉണ്ടാക്കിയാലും നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. നമ്മുടെ തേന് മുഖത്തെ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനായിട്ടും നല്ല ഗ്ലോ കിട്ടാനായിട്ടും നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ നല്ല പാടുകളും കലകളും ഒക്കെ മാറി സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനായിട്ടും ഒക്കെ സഹായിക്കുന്നു. ചുളിവുകൾക്കും ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പം നമുക്കിത് തേച്ച് കൊടുക്കാവേ. സ്കിന്ന് ടൈറ്റ് ആക്കാനും നല്ലതാണ്. ഈ ഒരു പായ്ക്ക് ഇടുന്നത് മൂലം നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ആവുകയും ചെയ്യും. നമുക്ക് ഇടുമ്പം തന്നെ അത് ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ തേണ്ടേ മുഖത്ത് എല്ലായിടത്തും മൊത്തം തേച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കഴുത്തിലും നിങ്ങൾക്ക് തേക്കണം കേട്ടോ, ഞാൻ മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ. അപ്പോൾ നല്ലപോലെ തേച്ചതിന് ശേഷം എത്ര മിനിറ്റാണ് നിങ്ങൾക്ക് അറിയാതെ ഞാൻ എപ്പോഴും പറയുന്നത് 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ റിസൾട്ടൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മസാജ് ചെയ്തെടുക്കാം. എപ്പോഴും ഞാൻ പറയുന്നതാണല്ലോ, പായ്ക്കിട്ട് കഴിഞ്ഞാണ് മസാജ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴത്തൊലി കൊണ്ട് തന്നെയാണ് നമ്മൾ മസാജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പഴത്തൊലി ആരും ബാക്കി കളയരുത്. അപ്പം ഇതൊന്ന് മസാജ് ചെയ്തെടുക്കാം. പിന്നെ ചെയ്യാം കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. ഈ ഒരു പായ്ക്ക് നമുക്ക് നമ്മുടെ ചുണ്ടിൽ തേക്കാം. ഈ ഒരു ചുണ്ടിൽ തേച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കൈകൊണ്ടൊന്ന് മസാജ് ചെയ്ത് എടുക്കാം. എടുത്തിട്ട് ഒന്ന് തുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഒന്ന് മസാജ് കൊടുക്കുക. എന്നിട്ടൊന്ന് തുടച്ച് കളയുക കേട്ടോ. നല്ലപോലെ ഈ ഒരു തണുപ്പ് കാലത്തുണ്ടാകുന്ന ആ ഒരു ഡ്രൈനെസ് മാറാനായിട്ട്, ചുണ്ട് പൊട്ടുന്ന കാര്യങ്ങളൊക്കെ മാറാനായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്ത് ഞാൻ പറഞ്ഞ വെളിച്ചെണ്ണ കുഴപ്പമില്ലല്ലോ, വെളിച്ചെണ്ണയോ വെർജിൻ കോക്കനട്ട് ഓയിലോ എള്ളെണ്ണയോ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചുണ്ടിൻ്റെ ഡ്രൈനെസ്സും മാറും, ചുണ്ട് പൊട്ടുന്നതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അത് മറക്കല്ലേ. ഇനി നമുക്ക് ഒന്ന് തുടച്ച് മാറ്റാവേ. അപ്പോൾ ഇതേ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ നിങ്ങൾ തേച്ചിട്ട് കഴുത്തിലും ചെയ്യണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലെ ടാൻ നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. നല്ലൊരു ബ്രൈറ്റ്നെസ്സും നമുക്ക് കിട്ടുവേ കേട്ടോ. നല്ലൊരു ബ്രൈറ്റ്നെസ്സും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഇപ്പം ഞാൻ തുടച്ചമാരും ഫേസിലൊന്നും തേച്ചിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടോ നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. ടാനെല്ലാം പെട്ടെന്ന് തന്നെ മാറി കിട്ടും. അടിപൊളി ഒരു പായ്ക്കും മസാജുമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ചെയ്ത് നോക്കണേ. അപ്പം നല്ലൊരു തിളക്കവും അതുണ്ടോ, നല്ല മുഖത്തിന് നല്ല തിളക്കവും കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ്സും വന്നിട്ടുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, അത് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ മസ്റ്റായിട്ടും ഇതിനകത്ത് വെർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, പിന്നെ എള്ളെണ്ണ, ഈ കുരുക്കളൊന്നും വരാത്ത ആൾക്കാർ വെളിച്ചെണ്ണ ഇത് ചേർക്കാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഫേസിന് സ്യൂട്ടാവുന്ന ആ ഓയിൽ മിക്സ് ചെയ്ത് ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുക. ഓയിലി സ്കിന്നുകാർക്ക് ഈ കൂട്ട് മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന റിങ്കിൾസൊക്കെ കുറയാനായിട്ടും തിളക്കം കൂട്ടാനായിട്ടും ഒരു കരിവാളിപ്പൊക്കെ മാറാനായിട്ടും സഹായിക്കുന്ന അടിപൊളി ഒരു പായ്ക്കും മസാജുമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത്. അപ്പോൾ എല്ലാവരും എന്നാണ് ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ, ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ അത്രയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.